ഇപ്പൊ ഇവൻ പറയണേന്ന് വെച്ചാൽ ഇവന് മറക്കാൻ പറ്റത്തില്ല. ഒരു ദിവസമെങ്കിലും ഒരു വട്ടം ഇവൻ എന്നെ ഓർക്കും. എന്തിനൊരു ദിവസം ഫുള്ള് ഓർത്തോടാ? ഇവൻ ഒരു വട്ടമെങ്കിലും ഓർക്കും. എന്നിട്ട് മേഡം പറഞ്ഞ്, ചടയമംഗലത്തെ മേഡം പറഞ്ഞു, ഇനി നീ ഇടപെട്ടാൽ നിന്റെ പരിപ്പ് നമ്മൾ ഇളക്കോന്ന് പറഞ്ഞു. പരിപ്പ് ഞാൻ ഇളക്കോന്ന് പറഞ്ഞു. കണ്ടോ, ഇപ്പൊ എല്ലാരും ഉമ്മാനെ കുറ്റം പറിച്ചിൽ കഴിഞ്ഞു, സ്വന്തം മോളെ കുറ്റം പറിച്ചിൽ കഴിഞ്ഞു. ഇപ്പൊ റഹീമിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇപ്പൊ പുള്ളിക്കാരി ഇറങ്ങിയിട്ടുണ്ട്. കാറും എടുത്ത് ഇങ്ങനെ ഇറങ്ങും, ഓരോരുത്തരുടെ കുറ്റം പറയാം. എന്തായാലും ഓരോരുത്തരുടെ വിളിക്ക് ഓരോരോ കണ്ടന്റിന് വേണ്ടിയിട്ട് ഓരോരുത്തരുടെ കിട്ടുന്നുണ്ട്. സ്വന്തം മോളെ, സ്വന്തം ഉമ്മാനെ, സ്വന്തം വാപ്പാനെ, എന്താ പറയാ, ഇപ്പൊ എല്ലാം കഴിഞ്ഞ് ആദ്യ ഭർത്താവിനെയും കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവൾക്ക് എന്തിന്റെ കേടാണ് അല്ലേ? ഇവള് സപ്പോർട്ട് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. സത്യത്തിൽ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇവളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സത്യത്തിൽ എന്ത് അടിസ്ഥാനത്തിലാണ് എന്തിൻ്റെ ഇതിലാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. എന്ത് ഇതാണ് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു വീഡിയോ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പേഴ്സണലി തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ വന്ന് പറഞ്ഞിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. എന്തായാലും കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കത് കണ്ടിട്ട് വരും. ഉമ്മാനെയൊക്കെ കുറ്റം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് കണ്ടിട്ട് വരുന്നത്, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. എന്തായാലും കണ്ടു നോക്കൂ. നമ്മൾ ചെറിയൊരു ആവശ്യത്തിനായിട്ട് പുറത്തിറങ്ങിയതാണ്. എല്ലാവരുടെ അടുത്തും ഒരു കാര്യം പറയാനുണ്ട്. പബ്ലിക്കിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കുറേ വീഡിയോസുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ സത്യം പറഞ്ഞാൽ ഒന്നും ആയിട്ടില്ല. ഇതിന്റെ സത്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സംഭവങ്ങളും നടന്നിട്ടുമില്ല. ഇവള് പറയുന്നത് ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് ഇവിടെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയുന്നതാണ്. ഈ പറയുന്ന പുള്ളിക്കാർ തന്നെയല്ലേ ഈ പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്, എന്നിട്ട് ഇവിടെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന്. സ്വന്തം മകളെ കുറ്റം പറഞ്ഞ്, സ്വന്തം ഉമ്മായെ കുറ്റം പറഞ്ഞ്, വീട്ടുകാരെയും ബന്ധുക്കാരെയും സ്വന്തക്കാരെയും എല്ലാവരും കുറ്റം പറഞ്ഞ് യൂട്യൂബിൽ, സ്വന്തം ഭർത്താവിനെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഷാൻ എന്ന് പറയുന്ന ഒരു ഭർത്താവ് കൂടെയുണ്ട്, ആ ഭർത്താവിനെ കുറ്റം പറഞ്ഞ്, അതും കഴിഞ്ഞ് ഇപ്പോൾ റഹീമിനെ കുറ്റം പറഞ്ഞ്, പിന്നെ ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ആദ്യത്തെ ഭർത്താവിനെ കുറ്റം പറയുന്നുണ്ട്, രണ്ടാമത്തെ ഭർത്താവിനെ കുറ്റം പറയുന്നുണ്ട്, മൂന്നാമത്തെ ഭർത്താവിനെ പറയുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ കെട്ടി എൻഡിക്ക പൊന്നിക്ക നെല്ലിക്ക എന്ന് പറയുന്ന നാലാമത്തെ ഭർത്താവിനെയും വിട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത്രയും സ്നേഹനിധിയെ ഭർത്താവിനെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. ആ ഭർത്താവിനെയും കൂടി നാഴേക്ക് 40 വട്ടം കുറ്റം പറയും. ഇപ്പം എന്തായാലും ഈ ഒരു കാരണത്താൽ ഷാൻ വന്ന് കൂടിയിട്ടുണ്ട്. അത് കൂടി ഇപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ, ഇപ്പോൾ സ്വന്തം മോളെയും അതുപോലെ ആദ്യ ഭർത്താവിനെയും അതുപോലെ ഉമ്മാനെയായി ഇപ്പോഴത്തെ കണ്ടന്റ്. എന്തായാലും ബാക്കിയും കൂടെ കണ്ടിട്ട് നോക്കാം. അപ്രതീക്ഷിതമായി ഉണ്ടായ സംഭവങ്ങൾ എനിക്കിപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. 2012 ആദ്യ വിവാഹം കഴിഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ 2012 2013 ഞാനൊരു മകന് ജന്മം നൽകി. റയ്യാൻ, മുഹമ്മദ് റയ്യാൻ. അവിടെ പുന്നോട് മുസ്ലിം ജമാഅത്തിലാണ് അടക്കിയിരിക്കുന്നത്. സാധാരണ എല്ലാ സ്ത്രീകളും നമുക്കൊരു സംരക്ഷണം കിട്ടിയില്ലെങ്കിൽ വേറെ വിവാഹം ചെയ്യും. 1, 2, 3, 4. നമ്മുടെ അതായത് ഒരു ഭർത്താവിന്റെ കീഴിൽ ഇരിക്കവേ ചാടിപ്പോയി ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. ആദ്യം റഹീം എന്ന് പറയുന്ന ക്രിമിനലിനെ ഞാൻ പലതവണയും വാർണിംഗ് ചെയ്തതാണ്. പലതവണയും ഞാൻ പറഞ്ഞതാണ്, എന്റെ ദാമ്പത്യ ജീവിതത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ റഹീം എന്ന് പറയുന്ന വ്യക്തി എന്നെ വിവാഹബന്ധം 2015 മോള് ജനിച്ച് അവരെ വീട്ടിൽ നിൽക്കവേ എന്നെ വിവാഹബന്ധം തൊലാക്ക് ചൊല്ലി വിവാഹബന്ധം വേർപെടുത്തി. ചടയമംഗലക്കാര് കുറച്ച് ബുദ്ധിയുള്ളവരാണ്, പക്ഷെ പുന്നോടുകാര് അത്ര ബുദ്ധി ഇല്ലാത്തവരാണ് എന്ന് വിചാരിക്കണ്ട. പ്രത്യേകിച്ച് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് എന്റെ ഇക്കാക്ക് യാതൊരു റോളും ഇല്ല. നമ്മളിപ്പം കടുവേൽ പള്ളിയുടെ ഫ്രണ്ടിലാണ് കിടക്കുന്നത്. എന്തായാലും എനിക്കൊരു കള്ളം പറയേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനിപ്പം 2012 വിവാഹം ചെയ്ത് എനിക്ക് അതിൽ 2 കുഞ്ഞുങ്ങളെ ജന്മം നൽകി. ഒരാൾക്ക് ഹാർട്ടിന് കംപ്ലൈന്റും. മസ്റൂറ മോള് ജനിച്ചതിന് ശേഷമാണ് അറിയുന്നത് അവർക്ക് ഒരു ഹോൾ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ അത് 6 മാസം കഴിഞ്ഞപ്പോൾ അടഞ്ഞു. ഒരുപാട് ജനിതകത്തിൽ കുഞ്ഞു കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ നികത്തി കൊണ്ടുവന്ന് ചൈതന്യയിൽ, ഏറ്റവും കൂടിയ ഹോസ്പിറ്റലിൽ ചൈതന്യയിൽ. അപ്പോഴും ഞാൻ ഈ മോളെ കാണിക്കുമ്പോഴും ഞാൻ റഹീമിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. നീ ചെലവിന് വല്ലതും താ കുട്ടിക്ക്, എന്നിലായിട്ടുള്ള ഒരു ബന്ധമല്ലേ തീർന്നോളൂ. അപ്പോഴവൻ അതിനൊന്നും ബാധ്യസ്ഥനല്ല. അന്ന് ഇവൻ തൊലാക്ക് ചൊല്ലിയത് വാട്സപ്പ് വഴിയാണ് തൊലാക്ക് ചെല്ലുന്നത്. രാവിലെ എടുത്ത് കേട്ടപ്പോഴാണ് അറിയുന്നത്. അപ്പോഴത്തന്നെ ഞാൻ വാപ്പായെ വിളിച്ചു. തൊലാക്കായിപ്പോയി. ജമാഅത്തിൽ ഇത് കേൾപ്പിച്ചപ്പം ഈ വോയിസ് എല്ലാവർക്കും അയച്ചു കൊടുത്തു. അപ്പോഴിത് തൊലാക്കായിപ്പോയി. കാരണം ഒരു വോയിസ് ക്ലിപ്പിൽ തന്നെ 3 തൊലാക്ക് ആണ് അയച്ചിരിക്കുന്നത്.
വാട്സപ്പ് വഴി 3 തൊലാക്ക് ചൊല്ലുമ്പോഴേക്കും അത് തൊലാക്കായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ കഥ അല്ലേ? ഇപ്പോൾ കോടതി നിയമങ്ങൾ ഇതൊന്നും വേണ്ടേ? ഇതാണ് വാട്സപ്പ് വഴി. അപ്പോൾ പിന്നെ നമുക്ക് ഡൈവോഴ്സ് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് നേരിട്ട് അങ്ങോട്ട് വാട്സപ്പിൽ അങ്ങോട്ട് 2-3 തലാക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചൊല്ലിയാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെ അലയേണ്ട കാര്യമില്ല. കോടതി കേസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അലയേണ്ട കാര്യമില്ല അല്ലേ? നമുക്ക് വേണ്ടാന്ന് തോന്നുന്നു വാട്സപ്പിൽ 3 തൊലാക്ക് എന്ന് പറഞ്ഞിട്ട് അയക്കുക. അത് തൊലാക്കായി എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. അപ്പോൾ ഇസ്ലാമിൽ എന്താണ് മഹല്ലുകാരറിയണ്ട, അതുപോലെ എന്താണ് കോടതി അറിയണ്ട, ആരും അറിയണ്ട. വാട്സപ്പിൽ ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ തൊലാക്കായി. പിന്നെ ആ ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കണ്ട, ആ മക്കൾക്ക് ചിലവിന് കൊടുക്കണ്ട. എന്താ അപ്പോൾ ഇത് കഥ? കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കണതെന്നല്ലേ? ഇതൊക്കെ കാണുന്ന നിങ്ങൾ തന്നെ ഇതിനുള്ള കമൻറ്റ് പറയും. ഇവളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ തന്നെ ഇതിന് ഉള്ള സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങൾ തന്നെ പറ. ഇത് എന്താണ് നടക്കണത് എന്നുള്ളത്. ഇതൊക്കെയാണോ? ഇതൊക്കെ കണ്ടിട്ടാണോ നിങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്യുന്നത്? എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. റഹീമായും സിവിലായോ ക്രിമിനലായോ എന്തെങ്കിലും ഇടപാടുകൾ, അതായത് നമ്മുടെ ഭാവി ജീവിതത്തിൽ എന്തെങ്കിലും ഏർപ്പെട്ടാൽ എനിക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോവാം എന്നാണ് ഒരു വ്യവസ്ഥ. സത്യം പറഞ്ഞാൽ ഈ വ്യവസ്ഥ വായിച്ചത് ഞാൻ ഒരു തവണ വായിച്ചിട്ടുണ്ട്. ഈ ഒരു വ്യവസ്ഥയിൽ ആദ്യം രണ്ടാമത് സനോഫറിനെ, ഇവൻ ഗൾഫിൽ നിന്ന് തന്നെ സനോഫറിനെ ഫേസ്ബുക്ക് വഴി കോൺടാക്ട് ചെയ്ത് പീഡിപ്പിക്കുമെന്ന് പറഞ്ഞ് ഞാൻ തൊലാക്ക് ചെല്ലാൻ പറഞ്ഞു. മൂന്നാമത് ഇതേപോലെ തന്നെ ഷംസുദ്ദീനെയും ഫോണിൽ വിളിച്ചു. അത് ഞാനും ഷംസും തമ്മിൽ വാടക വീട്ടിൽ നിന്ന സമയത്ത് ഭയങ്കര അടിയും പ്രശ്നങ്ങളുമായി. ഈ റഹീം കോണ്ടാക്ട് ചെയ്തു എന്നെ. അർദ്ധരാത്രിയാണ് ഇവന്റെ കോള്. ഈ അർദ്ധരാത്രി വിളിച്ചപ്പോൾ ഷംസാണ് ഫോൺ എടുത്തത്. അപ്പൊ ഒരു സ്വാഭാവികമായിട്ടും എന്റെ നമ്പർ അന്ന് മുതൽ ഇന്ന് വരെയും മാറിയിട്ടില്ല. വിളിച്ചിട്ട് അവന് പറഞ്ഞു, നിന്നെ വിളിച്ചിട്ട് ഒരുപാട് വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടിയില്ല, ഇങ്ങനെയാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ആദ്യത്തെ സനോഫറിന്റെ അടുത്തും അതാണ് പറഞ്ഞത്, എന്റെ ഭാര്യനെയും കുട്ടിയെയും കൊണ്ടുപോകും. അപ്പോൾ ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. അവനൊരു പേടിയായി, മോളെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് ചെന്നാലും മുത്തുമോന് മാത്രമേ വാപ്പ ആവുള്ളൂ. അപ്പോഴ് ഈ മോള് ഉമ്മാരെ കീഴിലായി പോകും. എന്നിട്ട് എന്റെ വീട്ടുകാരെന്ന് പറഞ്ഞു, മോളെ ഞാൻ വേണമെങ്കിൽ നെജില നോക്കിക്കോളാം. അപ്പോഴും എന്റെ ഉമ്മേരെ ഉപ്പേരയിലും സാമ്പത്തികം ഇല്ല, വസ്തുക്കൾ മൊത്തം ലോണാണ്. ഇത് എല്ലാരും അറിയണം. ഇത് ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞത് എന്റെ ഉമ്മയാണ്. എന്റെ ഉപ്പയ്ക്ക് കുറച്ച് വിദ്യാഭ്യാസം കുറവാണ്. ഓക്കെ, ഉപ്പ അവിടെ നിന്നോട്ടെ, വാർദ്ധക്യമുള്ള മനുഷ്യനാണ്. ഈ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാല്, ഈ രണ്ടാമത്തെ ജീവിതത്തില് ഈ ഒരു കാര്യവും പറഞ്ഞ് എന്നും നമ്മള് വഴക്കും കാര്യങ്ങളും ഒക്കെയാണ്. ഈ ഷംസ് തന്നെയാണ്. പിന്നെയാണ് സനോഫർ, മറ്റേ ബിസ്മി നിബിൻ, അതവിടെ നിന്നോട്ടെ. അപ്പൊ മൂന്നാമത്തെ ഈ ലൈഫില് ഇപ്പൊ ഈ അടുത്ത സമയത്ത് റഹീം ഇക്കാരെ നമ്പർ എങ്ങനെ കിട്ടി? അതായത് കഴുത്തിന്റെ താഴെയുള്ള ഒരു മാന്നറുള്ള ഒരു പെണ്ണിന്റെ സെക്സ് വീഡിയോ അയച്ച് നമ്മള് അന്ന് രാത്രി തന്നെ നമ്മൾ ചടയങ്കലത്ത് പോയി. പിറ്റേന്ന് ചെല്ലാൻ പറഞ്ഞു, വിളിച്ചു, നമ്മൾ പോയി. ഇനി ഒരു ഭാവിയിൽ ഒരു കാര്യത്തിൽ ഇടപെടരുതെന്ന് പറഞ്ഞ അവൻ, ഇക്ക പിണങ്ങിപ്പോയ സമയത്ത് അവൻ വേറൊരു സിം എടുത്ത് എന്നെ വിളിച്ചു. ഇതേപോലെ നെജില, ഞാന് നിന്റെ ഉമ്മാരെയും വാപ്പാരെയും ഇഷ്ടപ്രകാരം ഞാൻ അവിടെ ഒരു വക്കീലിനെയും കൂട്ടി വന്നു മോളെ കാര്യത്തിൽ. അപ്പൊ എന്റെ വീട്ടുകാർ റഹീമിനെ ഞാൻ അറിയാതെ കോണ്ടാക്ട് ചെയ്തു. അതായത് ചെറിയ പെരുന്നാൾ, ഈ കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് ഇവൻ തന്നെ എന്റെ അടുത്ത് പറഞ്ഞു, വേറെ ആരുമല്ല, ഞാൻ റഹീമാണെന്ന് പറഞ്ഞാണ് എന്റെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ സംസാരിച്ചു. എന്റെ വീട്ടുകാർ അപ്പോഴും എന്റെ അടുത്ത് സഹകരണം തുടങ്ങി. കാരണം ഇക്ക പിണങ്ങിപ്പോയി. ഉമ്മ എനിക്ക് ചോറ് തരുമായിരുന്നു, വേറെ ആരുമല്ല എനിക്ക് ചോറ് തന്നുകൊണ്ടിരുന്നത്, ഉമ്മയാണ്. വാപ്പ വരും. ഇവളുടെ വായ കൊണ്ട് തന്നെ പറയുന്നുണ്ടല്ലോ. ഇവള് നേരത്തെ പറയുന്നുണ്ടായിരുന്നു, എനിക്കൊരു വേറത്തെ വീഡിയോകളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, എനിക്കൊരു താത്ത ചോറ് കൊണ്ടുവന്ന് തരും, എനിക്ക് എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വരുന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവളുടെ വായ കൊണ്ട് തന്നെ വന്നു, അത് വേറെ ആരുമല്ല, എൻ്റെ ഉമ്മയാണ്. അപ്പോൾ ഇവള് എന്ത് കള്ളിയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പം ഇവളുടെ ഭർത്താവ് പോയപ്പോൾ ആ ഉമ്മാനെയും ആ ഉപ്പാനെയൊക്കെ വേണമായിരുന്നു. അവൻ വന്നപ്പോൾ ഉമ്മാനെ വേണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ സഹായിച്ച ഉമ്മാനെയും ഉപ്പാനെയാണ് ഇവളീ തള്ളി പറയുന്നത്. ഇങ്ങനെയൊക്കെ ആ ഉമ്മാൻ എത്രത്തോളം പബ്ലിക്കിന് മുമ്പിൽ നാറ്റിച്ച ആ ഉമ്മ ഇപ്പോൾ ഈ ഒരു ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും ആ വെച്ച് വിളമ്പി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഉമ്മാൻ്റെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എത്രമാത്രം ഈ മോളോട് ആത്മാർത്ഥത ഉള്ളത് കൊണ്ടാണ് അവർ വെച്ചുണ്ടാക്കി കൊടുക്കുന്നത്. അതുപോലെ ഇവള് തന്നെ പറയുന്നുണ്ട്, ഹോസ്പിറ്റലിലൊക്കെ എന്നെ ഒരു താത്ത കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇത് താത്തയൊന്നുമില്ല, ഇവളുടെ സ്വന്തം ഉമ്മ തന്നെ ആയിരിക്കും എന്നുള്ളത് എനിക്ക് അപ്പം തന്നെ മനസ്സിലായതാണ്. അപ്പോൾ ഇപ്പോൾ ഇവളുടെ വായ കൊണ്ട് തന്നെ അത് വീണില്ലേ. ഇപ്പം അതാണ് പറയുന്നത്, ഇവള് കള്ളിയല്ല, കള്ളന് കഞ്ഞി വെച്ചവളാണ് ഇവള്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണണം. ഇവള് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഇത് കാണണം. കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ, ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഇത് ഇവളാണോ ശരി അതോ ഇവളുടെ വീട്ടുകാരാണോ ശരി എന്നുള്ളത് നിങ്ങൾ തന്നെ പറ. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഒരു വട്ടമെങ്കിലും ഓർക്കും. എന്നിട്ട് മേഡം പറഞ്ഞ്, ചടയമംഗലത്തെ മേഡം പറഞ്ഞു, ഇനി നീ ഇടപെട്ടാൽ നിന്റെ പരിപ്പ് നമ്മൾ ഇളക്കോന്ന് പറഞ്ഞു. പരിപ്പ് ഞാൻ ഇളക്കോന്ന് പറഞ്ഞു. ഞാൻ ആ ഫോട്ടോ, ആ വീഡിയോ അതേ കണക്ക് അവിടെ അന്നൊരു SI മേഡം വരുന്നു, ആ മേഡത്തിന്റെ കാണിച്ചു. മേഡം ഇതാണ് ഇങ്ങനെ അയച്ചു തരുന്ന വീഡിയോ എന്ന് പറഞ്ഞു. അപ്പോഴവൻ പറയുന്നത് അവര് നല്ല കൊടുത്ത്
അന്ന്. അപ്പം പിന്നെ മേലെ തിരിഞ്ഞു ആ വഴിക്ക് പോവല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നും അവൻ എന്താണ് കാണിക്കുന്നത്? ഞാൻ പറഞ്ഞു ആ ചീട്ടും കൊണ്ട് ഒന്നും കൂടെ പോയി ഒരു പരാതി കൊടുക്കണം. എന്താ ഇപ്പം ഇത് കഥ? കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സും കഴിഞ്ഞ് അതിൽ 3 എണ്ണം കെട്ടി, എന്നിട്ടും ഇവളെ ഓർക്കുന്നുണ്ട് എന്നാണ് നെജില പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവളെ എത്രമാത്രം ഓർക്കാൻ എന്തായിരിക്കുന്നത്? എന്തായാലും ഇതിനൊരു മറുപടിയായിട്ട്, ഇതിനൊരു ക്ലാരിഫിക്കേഷനായിട്ട് റഹീം വരണമെന്നാണ് ഞാൻ എന്തായാലും ആഗ്രഹിക്കുന്നത്. എന്താ വെച്ചാൽ എന്താണ് ഇത്രത്തോളം ഓർക്കാൻ, ഇത്രത്തോളം ഇതാണ് ഓർത്ത് ഒരു ദിവസം ഒരു വട്ടമെങ്കിലും ഓർക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ഓർക്കാൻ ഇവളിൽ എന്ത് ക്വാളിറ്റിയാണുള്ളത്, എന്ത് മഹിമയാണ്, എന്താണ് ഇവളിൽ അത്രമാത്രം ഓർക്കാൻ നിങ്ങൾക്ക് എന്താണ് ഇവളിലുള്ളത് എന്നുള്ളത് നിങ്ങൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരണം. അല്ലെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത കുറേ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് നിങ്ങളൊരു വോയിസ് എങ്കിലും അയക്കണം. എന്തുകൊണ്ടാണ് ഇവൾ എത്രമാത്രം ഓർക്കാൻ, എന്താണ് കാരണം എന്നുള്ളത് നിങ്ങളൊരു വോയിസുമായിട്ട് വരണമെന്നാണ് ഈ ഒരു സമയത്ത് ഞാൻ എന്തായാലും ആഗ്രഹിക്കുന്നത്. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കണ്ടു നോക്കൂ. സ്കൂളിൽ പഠിച്ച് ഞാൻ പറഞ്ഞു ഞാൻ സ്കൂൾ മാറ്റിയാണ്. റഹീമിന്റെ അടുത്ത് പറഞ്ഞു നിനക്ക് കുട്ടിക്ക് വല്ല കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നിനക്ക് കൊടുക്കാം, കുട്ടിക്ക് കൊടുക്കാം. അത് ചടയമംഗലം സ്റ്റേഷനും പറഞ്ഞു 10 വർഷമായി ഇടാ, എവിടെ ഇരുന്നടാ നീ ഒരുപാട് തവണ റബ്ബർ വിളയിൽ പാലെടുത്തോണ്ടിരിക്കുമ്പോൾ കോൺഫറൻസ് കോളിൽ പലരും കേട്ടിട്ടുണ്ട് ഒരു കുഴിമന്തി മേടിച്ചു തരോ. ഇവള് ഈ ഇപ്പോഴത്തെ പെണ്ണുണ്ടല്ലോ 3 കൊച്ചുങ്ങളുള്ളതാണ്, ആ പെണ്ണ് ലുലുമാലിൽ കത്തെഴുതി വെച്ചിട്ട് ഇവനെ വേണ്ടെന്ന് പറഞ്ഞ് പോയപ്പോഴും ആ കത്തും എനിക്ക് വേണം വാട്സപ്പ് ഇട്ട് തന്നു. ഇതിപ്പോ ഇന്നും ഇന്നലെയും തുടങ്ങിയ ടോർച്ചറിങ്ങല്ല. എന്റെ വീട്ടുകാര് ഒരു കല്യാണത്തിന്, അതായത് കഴിഞ്ഞ മാസം 18-ാം തീയതി മകളെയും കൊണ്ട് പഞ്ചായത്തിൽ പോയി. അന്ന് എന്റെ മിസലിമോൻ പറഞ്ഞ് ഉമ്മച്ചി ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി ഒരു മാമായെ കണ്ട് മസ്റൂറായ മടി പിടിച്ചിരുത്തിയെന്ന് പറഞ്ഞ് 10. എന്നിട്ട് മോൾ അള്ളാഹു സത്യമായിട്ട് ഇതാ കടുവപ്പള്ളിയുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അള്ളാഹു സത്യമായിട്ട് അവള് പറഞ്ഞെന്തെന്നറിയാമോ? ഞാൻ റഹീമിനെ കണ്ടിട്ടില്ലാന്ന്. അല്ലേ അപ്പച്ചി ഉമ്മച്ചി ഞാൻ കണ്ടിട്ടില്ലാന്ന്. മോൾ നമ്മളടുത്ത് ഒരു വിധം അവരെടുത്ത് ഒരു വിധം, പോട്ടെ സാരയില്ല. പക്ഷെ എന്നിട്ടും അവള് ഞാൻ 2-3 തവണയും ചോദിച്ചു നീ റഹീമിനെ കണ്ടിട്ടുണ്ടാ, നിനക്ക് റഹീം മേടിച്ചു തന്ന ഡ്രസ്സാണ് ഇത്? അല്ല ഷായാമ്മ മേടിച്ചു തന്ന ഡ്രസ്സാണ്. അത് പോട്ട്, മോളെ കാര്യം എല്ലാം പോട്ട്. ഞാനിപ്പോ മോളെ വെച്ചിട്ടല്ല, നമ്മളൊരു ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആളാണ്. ആദ്യം മുതലേ ചാനലിന്റെ പേര് തന്നെ എന്റെ മോളാണ്. അന്നും അവൻ ഇതുവരെയും കണ്ടിട്ടില്ല. അവൻ യൂട്യൂബിൽ കൂടെയാണ് സ്വന്തം മോളെ കാണുന്നത്. അവന് കാണാമായിരുന്നു, പിന്നോട് വരാമായിരുന്നു. എന്റെ വീട്ടുകാർ ഇന്ന് കാണിച്ച ആ ഊർജിത അന്ന് കാണിക്കാത്തത്. ഞാൻ റബ്ബർ വിളയിൽ പോയപ്പോഴും എനിക്ക് റബ്ബർ പാൽ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, ഈ മക്കളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഞാനൊരു അടിസ്ഥാനം കൊടുത്ത് കെട്ടിപ്പൊക്കി എന്റെ മോളെ കൊണ്ടുവന്ന്, എന്റെ മോള് നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ, അവള് 200, ഞാൻ 200 പഠിക്കുമ്പോഴാണ് അവള് 100 പഠിക്കുന്നത്. ഞാൻ പഠിച്ചിട്ട് അവളെ അത്ര എഫക്റ്റ് ഇരുന്ന് പഠിപ്പിച്ച് അവളെ ഞാൻ മുൻനിരയിൽ കൊണ്ടുവന്ന് എനിക്ക് പറ്റാത്തത് എന്റെ പൊന്നിനെ എനിക്ക് പഠിപ്പിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട് പഞ്ചായത്തിൽ വെച്ചിട്ട് അവളൊരു ഫ്രോക്കാണ് ഇട്ടിരുന്നത്, ഓറഞ്ച് കളർ. അത് പൊക്കി നോക്കിയെന്ന് അടിച്ചടയാളുണ്ട്. എടാ ഉമ്മമാരാകുമ്പോ അടിക്കോടാ, നീ നിന്റെ പെങ്ങളെ വയ്യാത്ത മിണ്ടാപ്രാണി അടിച്ചണക്കല്ല. ഉമ്മ ആകുമ്പോ അടിക്കും, മക്കളാ ശാസിക്കും. അപ്പൊ മോൾക്ക് ഇപ്പൊ ഒരു സുഖം കിട്ടി. ഇപ്പൊ പറയുന്നത് കണ്ടോ, മോൾക്ക് ഇപ്പൊ സുഖം കിട്ടിയെന്ന്. ഇപ്പൊ എന്താണ് സ്വന്തം മോളെ കുറിച്ചിട്ടാണ് ഇവള് പറയുന്നത്. എന്ത് ഇതിലാണല്ലേ ഇവള് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സ്വന്തം മോളെ ഇതല്ല, ഇതിനപ്പുറം എന്താണ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് കാണാൻ പോലും വരരുത് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്താൽ പിറ്റേ ദിവസം കടന്ന് മൂങ്ങുന്നു. ഇവൾക്ക് ശരിക്കും മെന്റലി എന്തോ പ്രശ്നമുണ്ട്. ഇവിടെ സത്യത്തിൽ ഇവളുടെ കൂടെ നിൽക്കുന്ന ആ 2 മക്കളും കൂടെ എങ്ങനെയും ആ മക്കളെയും കൂടെ ഇവളുടെ അടുത്ത് നിന്ന് രക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ വെച്ചാൽ ഇവള് സത്യത്തിൽ ഇപ്പൊ പറയുന്നതല്ല, കുറച്ച് കഴിഞ്ഞ് പറയുന്നത്. ഇവൾക്ക് എന്തോ ഒരു മെന്റലി എന്തോ പ്രോബ്ലം ഉണ്ട്. അതുമല്ല ഷാൻ എന്ന് പറയുന്ന വ്യക്തിയെ അടുപ്പിക്കാനേ പറ്റാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം എന്നാണ് പറയുന്നത്. അദ്ദേഹം എന്നൊന്നും പറയാനുള്ള യാതൊരു ക്വാളിറ്റി അവനില്ല. എന്താണ് അറിയാതെ പറഞ്ഞു പോയതാണ് കേട്ടോ. എന്താണ് ഇവനെ ആദ്യം അവിടെ നിന്ന് അടിച്ചിറക്കണം. ഇവനുള്ളിടത്ത് ആ കൊച്ചുങ്ങളെ നിർത്താനേ പാടില്ല. ഇവൻ ഈ മോള് പോയതിനു ശേഷം ഇവൻ ഭയങ്കര വിഷമത്തിലാണ്. അപ്പോൾ ആ ഒരു ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവനക്ക് എന്തോ ഒരു പന്തികേടുണ്ട്. അത് ആ ഒരു ഇത് തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ ആളുകൾ പറയുന്നത് പോലെ തന്നെ, ഈ റഹീം പറയുന്നത് പോലെ തന്നെ ആ കുഞ്ഞിന് ഇവൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ആർക്കും അറിയില്ല. ആ മോള് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. അത് എന്തായാലും പഞ്ചായത്തുകാരൊക്കെ ഇടപെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ചൈൽഡ് ലൈനൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അവരൊക്കെ ഇടപെട്ടിട്ട് ആ മോൾക്ക് എന്താ സംഭവിച്ചതെന്നുള്ള യഥാർത്ഥം അത് പുറത്ത് കൊണ്ടുവരണം. എന്തായാലും ഈ നിൽക്കുന്ന 2 മക്കൾ പോലും ഇവളുടെ അടുത്ത് നിൽക്കുന്നത് സേഫ് അല്ല എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്ത് തന്നെയാണെങ്കിലും സ്വന്തം മോളെ പോലും ഇങ്ങനെ പറയുന്ന ഒരു ഉമ്മ, ഇവിടെ പറയുന്നുണ്ട് എൻ്റെ മക്കളെ പൊന്നുപോലെ വളർത്തുന്നത്, അങ്ങനെയാണ് വളർത്തുന്നത്, ആനയാണ് ചേനയാണ്
പറയുന്നത് സ്വന്തം ശരി ഉമ്മാനെ പറയുന്നത് പോട്ടെ, സ്വന്തം പ്രസവിച്ച മക്കളെ, അത് പിഞ്ചു മക്കളെ 10 8 2 വയസ്സുള്ള മക്കളെയൊക്കെ 2ാം ക്ലാസ്സിലെന്തോ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഈ മക്കളെയൊക്കെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ഇവളൊക്കെ ഒരു ഉമ്മയാണോ? ഇവളൊക്കെ ഒരു ഉമ്മയാണോ? ഇതും പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൻ്റെ മുമ്പിൽ വന്നിട്ട് ഈ സ്വന്തം മക്കളെ കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ ആ മസ്റൂറ ഫാത്തിമയെ അന്ന് ആ കൊച്ച് ആ ഉമ്മാൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞിട്ട് ഇവളിനി പറയാത്തതൊന്നുമില്ല. ആ ഒരു വീഡിയോക്ക് നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇവള് ശരിക്കും ഒരു ഫ്രോഡാണ്. സ്വന്തം മോളെ പോലും പച്ചയ്ക്ക് തിന്നുന്ന ഇവള് ശരിക്കും സ്വന്തം ഉമ്മയാണോ? ആ ഇവളെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ ഉമ്മയുടെ കൂടെ പോയത്, അതും ഇവളുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ പോയതിനാണ് ഇവള് സ്വന്തം മോളെ എങ്ങനെയൊക്കെ പറയുന്നത്. ശരി, നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ മക്കളെ ശാസിക്കും, നമ്മൾ വഴക്ക് പറയും ഒക്കെ ഇതാണ്, ശരിയാണ്. അതെല്ലാം നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയണോ? ഇവളൊക്കെ ശരിക്കും നിങ്ങൾ തന്നെ ഇതിനുള്ള കമൻ്റ് ഇടും. എനിക്കൊന്നും പറയാനില്ല. ഇവള് അതപ്പതിച്ച് കഴിഞ്ഞു. ആരെന്ത് പറഞ്ഞാലും ഇവള് മാറാനും പോകുന്നില്ല. എന്തായാലും ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.